സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എഗ് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയൊക്കെ കൂട്ടത്തിൽ തന്നെ വളരെ ടേസ്റ്റോടു കൂടിയൊരു ബിരിയാണിയാണ് ഇതും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അടിക്കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അതിലേക്ക് തന്നെ ഒരു 2 സ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അരപ്പിടി കാഷ്യൂ നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഫ്രൈ ആയി വരാറാകുമ്പോഴത്തേക്കും അതിലേക്ക് അരപ്പിടി തന്നെ ഉണക്കമുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ ഓയിലിലേക്ക് തന്നെ ഒരു വലിയ സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ സ്ലൈസറിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കട്ടി ഒട്ടും തന്നെ ഇല്ലാതാണ് അരിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. കാഷ്യൂ നട്ടിൻ്റെയൊക്കെ കൂട്ടത്തിൽ ബിരിയാണി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സവാള വറുത്ത് കോരുന്നത്. ഇത് നല്ല ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഫ്രൈ ആക്കി നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം ഫ്രൈ ആയി നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതിൽ കൂടുതൽ ഒട്ടും തന്നെ ഫ്രൈ ആക്കണ്ടായില്ല, കരിഞ്ഞു പോകും. നമ്മൾക്ക് ഇത് കോരി ഒരു പാത്രത്തിലേക്ക് നിരത്തിയിടാം. നിരത്തിയിട്ടാൽ അത് ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കും. അടുത്തതായിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള 6-7 പച്ചമുളകും 2.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും 10-15 കഷ്ണം വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഉള്ളി വറുത്ത അതേ പാനിലേക്ക് തന്നെ 4 വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. സവാളയൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് സവാള പെട്ടെന്ന് തന്നെ വഴന്നു വരും. ഇത് ഒന്ന് പകുതി വരെ വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. കളറ് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 3 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നിടം വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന 6 മുട്ട ഫ്രൈ ആക്കിയെടുക്കാം. മുട്ട ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയിലേക്ക് 1 പിടി മല്ലിയും പുതിനയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സവോളയിൽ നിന്നും കുറച്ച് എടുത്ത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇതും കൂടി ചേർത്ത് എല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് മുളകിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന 6 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയും മസാലയും എല്ലാം നല്ലവണ്ണം പിടിക്കുന്നത് പോലെ മിക്സ് ആക്കി എടുക്കണം.
മുട്ടയും സവോളയുടെ ഗ്രേവി എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയിട്ട് ഇതേ ഒരു ലിഡ് കൊണ്ട് അടച്ച് വെട്ടി 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 3-4 മിനിറ്റിന് ശേഷം ലിഡ് മാറ്റിയിട്ട് നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി നല്ലവണ്ണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതേ പാനിൽ തന്നെയാണ് അരിയും വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് മുട്ടയുടെ ഈ കൂട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ പാത്രം ക്ലീനാക്കി ഇതിലേക്ക് 2 സ്പൂൺ ഓയിലും 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടത്തിൽ തന്നെ 2 ബേ ലീഫും 3-4 കഷ്ണം കറുവാപ്പട്ടയും 3 ഏലക്കായും 4-5 ഗ്രാമ്പൂവും 1 തക്കോലവുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 കപ്പ് ജീരകശാല അരി കഴുകി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിരാനിട്ടതിന് ശേഷം ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റി വെള്ളമെല്ലാം പോയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. വെള്ളമെല്ലാം പോയി ഒന്ന് ഫ്രൈ ആയി വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി അരി ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് 1 പിടി മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ലിഡ് കൊണ്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെള്ളമെല്ലാം പറ്റുന്നിടം വരെ വേവിച്ചെടുക്കണം. വെന്ത് വരുന്നതിന് മുൻപ് 2-3 പ്രാവശ്യം അടപ്പ് മാറ്റി വന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ നല്ലവണ്ണം വെള്ളമെല്ലാം പറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇതേ ഒന്ന് നമുക്ക് ചെറുതായിട്ട് ഇളക്കിയെടുക്കാം. വെന്ത് വന്ന ഈ ചോറിൽ നിന്ന് പകുതി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ദമ്മിടുന്നത്. ചോറ് മാറ്റുന്ന സമയത്ത് അതിൽ കിടക്കുന്ന ഗ്രാമ്പൂവിൻ്റെയും ബേ ലീഫിൻ്റെയും തക്കോലവും ഒക്കെ എടുത്ത് മാറ്റണം. അത് ബിരിയാണിയിൽ നമ്മൾ കടിക്കുമ്പോൾ അതൊരു സുഖം തോന്നത്തില്ല. ഇനി പകുതി ചോറ് മാറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിയും പുതിനയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സവോളയും കാഷ്യൂ നട്ടും മുന്തിരിങ്ങയുമാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു സ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നീട് ചോറിലേക്ക് മുട്ടയുടെ മസാല നിരത്തി കൊടുക്കണം. ഞാൻ 2 കപ്പ് ബിരിയാണി അരിയേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് മസാല 1 ലെയർ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ചോറിൻ്റെ പുറത്തെ മസാലയെല്ലാം നിരത്തി കൊടുക്കാം. അതിനുശേഷം മുട്ട ഓരോന്നായിട്ട് അതിൻ്റെ പുറത്തെ വെച്ച് കൊടുക്കാം. മസാലയെല്ലാം നിരത്തി പുഴുങ്ങിയ മുട്ട 6 എണ്ണവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് ഒന്ന് ലെവലാക്കിയതിന് ശേഷം നേരത്തെ ആദ്യത്തെ ലെയറിൽ ചെയ്ത പോലെ തന്നെ മല്ലിയിലയും സവാള വറുത്തതും കാഷ്യൂ നട്ടും മുന്തിരിയും എല്ലാം ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ലിഡ് കൊണ്ട് അടച്ച് സിമ്മിലിട്ട് 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ലിഡിൻ്റെ പുറത്തെ വെയിറ്റിന് വേണ്ടി ഞാൻ ഒരു ഇടികല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് ദമ്മിട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 10 മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷമേ നമ്മളിത് തുറക്കാവൂ. നല്ല സ്വാദോടു കൂടിയ ഒരു എഗ് ബിരിയാണിയാണ് ഇത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ കൊണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് ഇത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.